നമസ്കാരം. നടക്കാൻ പാടില്ലാത്ത തന്നെ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അതായത് ഇസ്രയേൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. അതായത് ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് അമേരിക്കയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടൊരു വാർത്തയാണ്, അമേരിക്കയിൽ അതായത് ഇറാനോട് ചേർന്ന് കിടക്കുന്ന അമേരിക്കൻ ബേസുകളിലുള്ള സ്റ്റാഫിനെ, എക്സ്ട്രാ വരുന്ന സ്റ്റാഫിനെ അമേരിക്ക പിൻവലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്പെഷ്യലി ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങി അതായത് ഇറാനുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. ഇവിടെ നിന്ന് സ്റ്റാഫിനെ പിൻവലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ അമേരിക്കയ്ക്ക് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് യാതൊരു അറിവ് ഇല്ല എന്ന് പറയുന്നത് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന രീതിയിൽ ചോദ്യമുയരുന്നുണ്ട്. ഈ സ്റ്റാഫിനെ ഇങ്ങനെ പിൻവലിച്ചപ്പോൾ, അമേരിക്ക സ്റ്റാഫിനെ പിൻവലിച്ചപ്പോൾ തന്നെ പലരും സംശയം ഉയർത്തിയിരുന്നു, ഇതെന്തിനോ ഉള്ള മുന്നൊരുക്കമാണ്. അതിനു പുറമെ തന്നെ നിരവധി തവണ ട്രംപ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകുമെന്ന്. അതിനായിട്ടുള്ളൊരു കാർമേഘം അതിങ്ങനെ ഉരുണ്ടുകൂടി ആ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു കാർമേഘം തന്നെയാണ് ഇപ്പോൾ മഴയായിട്ട് പെയ്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് അത് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു, ടെഹ്റാൻ ആക്രമിച്ചിരിക്കുന്നു. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻ അത് ആവശ്യമുള്ള ടൈം വരെ തുടരുമെന്നാണ് അദ്ദേഹം പ്രസ്താവനയിലൂടെ പറയുന്നത്. ടെഹ്റാന് ചുറ്റുമുള്ള 6 സൈനിക കേന്ദ്രങ്ങളെങ്കിലും ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേൽ എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ഇസ്രയേൽ വൻ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, അതായത് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഇറാൻ ഇസ്രയേലിന് കൊടുത്തിരുന്നത്. അതിനാൽ തന്നെ ഇസ്രയേൽ ഇപ്പോൾ ആശങ്കയിലാണ്. ഇസ്രയേലുള്ള ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാണ് അവിടുത്തെ അതോറിറ്റി പറയുന്നത്. അതായത് തീർച്ചയായിട്ടും അവരൊരു ആക്രമണം, തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഇസ്രയേലിന്റെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, അതായത് ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇറാന്റെ തന്നെ നതൻസ് ആണവ കേന്ദ്രം ഇസ്രയേൽ ലക്ഷ്യമിട്ടതായിട്ടും വാർത്തകളിൽ വരുന്നുണ്ട്. നെതന്യാഹു ആക്രമണത്തിന് ശേഷം ഇത് രാജ്യത്തിന്റെ ചരിത്ര നിമിഷമെന്നാണ് നെതന്യാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു ചരിത്ര നിമിഷം ഇസ്രയേൽ പിറക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലും ഭയപ്പാടിലുമാണ് ഇസ്രയേൽ ഇപ്പോൾ ഉള്ളത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലും വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലിന്റെ സ്റ്റേറ്റ് മീഡിയയാണ് ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ആൾക്കാർ കൂടുതലായി താമസിക്കുന്ന, സാധാരണക്കാർ കൂടുതലായി താമസിക്കുന്ന കെട്ടിടത്തിലും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തൊരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്രയേലിന്റെ ഈ ഒരു ആക്രമണത്തിൽ ഇറാന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്, ഇറാന്റെ ടോപ്പ് സൈനിക ഉദ്യോഗസ്ഥർ മരണപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അതിനാൽ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സംഘർഷം അത് വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്.